ഓണത്തിന് ഗസ്റ്റ് ആക്കാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആളാണ് ഉണ്ണി. ഉണ്ണി ഒരു ചന്ദനക്കുറി തൊട്ട് വന്നെന്ന് പുഞ്ചിരിച്ച പിന്നെ നിലവിളക്ക് പോലും വേണ്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളൊക്കെ സ്ഥിരമായി കിട്ടുന്നുണ്ടോ? സ്വന്തമായിട്ട് ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതാണോ? അങ്ങനെയാണോ? അറിയില്ല, ചുമ്മാ ഞാനിങ്ങനെ തമാശക്ക് പറഞ്ഞ. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുവാണെങ്കിൽ എന്നാണോ ചേട്ടാ? ഇതൊക്കെ ഉണ്ണിച്ചേട്ടൻ തന്നെ കാണുന്നതല്ലേ ഇഷ്ടംപോലെ കമന്റുകളൊക്കെ ഇങ്ങനെ വരുന്നത്? പേഴ്സണലി എൻ്റെ ഇപ്പോഴത്തെ ഈ സ്പേസിൽ എനിക്ക് ഇങ്ങനെ ബാഹ്യമായ സൗന്ദര്യത്തെ കുറിച്ച് ഇങ്ങനെ കമന്റുകൾ വരുമ്പോഴേ എനിക്ക് ഒരു പരിധി കഴിഞ്ഞിട്ട് അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ എന്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നാറില്ല. സിനിമ തുടങ്ങിയ സമയത്തൊക്കെ എനിക്കിത് ഒരു രസമായിട്ട് തോന്നിയിരുന്നു, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പോൾ നോട്ട് ബീങ് മോഡസ്റ്റ്, എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ പറയാൻ എന്നായിപ്പോയി. പക്ഷേ ആന്തരികമായ സൗന്ദര്യം കാണാനായിട്ട് ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഞാനിതിനെ അയ്യോ ഇനി പറയരുത് എന്നൊന്നല്ല, എന്നാ പിന്നെ ഇനി എന്നല്ല, ഞാൻ അത് മാത്രം ആയി മാറരുത് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ. ഏതായാലും മേപ്പടിയാൻ ഇറങ്ങല്ലേ, ഭയങ്കര ടെൻഷനാന്ന് തോന്നുന്നല്ലോ. എനിക്ക് ഒട്ടും ടെൻഷനില്ല. എനിക്ക് ഒട്ടും ടെൻഷനില്ല. എൻ്റെ കരിയറിൽ ഞാൻ ഒരു സിനിമയെക്കുറിച്ച് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ഏറ്റവും നല്ല സിനിമയായിരിക്കും. ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലൂടെയാണ് ഇത് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് ഏറെ. ബിക്കോസ് നല്ല നല്ല സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ 4 വർഷം മുന്നെയാണ് വന്നത്. ഞാൻ വേറെ പല സിനിമകളിൽ തിരക്കിലായിരുന്നു. ആൻഡ് വേറെ പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു ഇത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ കോവിഡ് വന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. ഞാൻ വേറെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് സംവെയർ ഡൗൺ ദ ലൈൻ എനിക്ക് തോന്നിയത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് UMF അനൗൺസ് ചെയ്തു. UMFിൻ്റെ ആദ്യ സിനിമ ബ്രൂസ്ലി എന്ന സിനിമയാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. വൈശാഖടൻ, മല്ലു സിംഗ് അതേ ടീം. ബട്ട് സ്റ്റിൽ സംവെയർ ഡൗൺ ദി ലൈൻ എനിക്ക് തോന്നിയത് നല്ലൊരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ടായിട്ടും ഞാൻ എന്തിനാണ് അതിനെ കൺസിഡർ ചെയ്യാത്തത്. ആൻഡ് ഇവൻച്വലി ഞാൻ ആ ഡിസിഷൻ എടുത്തു. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദി ബെസ്റ്റ് ഡിസിഷൻ ഐ ഹാവ് ടേക്കൺ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും എനിക്ക് ഒരു പരിധി വിട്ട് ഞാൻ കൂടുതൽ എന്നോട് കുറേ പേര് പറഞ്ഞു ലൈക്ക് മേപ്പടിയാൻ ഈസ് എവ്രിഡെയർ, എവിടെ നോക്കിയാലും മേപ്പടിയാൻ ഉണ്ട് എന്ന്. നല്ലതാണ്, എന്നെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. അത് ഒരു ഭയങ്കരമായ ഒരു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ടീമിൻ്റെ എഫേർട്ടാണ് കേട്ടോ അത്. ഈ എഫേർട്ട് എടുക്കുന്നത് സിനിമ അത്രത്തോളം നല്ലതാണെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ്. നടത്തി. മേപ്പടിയാൻ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇതിന്റെ ട്രെയിലർ കണ്ടോ? ട്രെയിലർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മെയിൽ പറഞ്ഞ വിശേഷങ്ങളുമായിട്ടുള്ള ഒരാൾ. അത് ഈ ഒരു ക്ലറിക്കൽ ടേമാണ് ഇത്. ഗവൺമെന്റ് പത്രങ്ങളിലും പിന്നെ FIRലും മറ്റേ ലാൻഡ് ഡീൽസിലും അങ്ങനെ കുറേ സംഭവത്തിൽ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ ഉപയോഗിക്കുന്ന ടിയാൻ മേപ്പടിയാൻ അങ്ങനെയൊക്കെ വരുന്ന ചോദ്യത്തിന് ഉത്തരം ട്രെയിലർ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒന്നുകൂടി കാണും, കണ്ടു കഴിഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടാൽ വീണ്ടും കണ്ടാൽ മനസ്സിലാവും.